മത്തി കുറേ ദിവസമായിട്ടോ മത്തി വാങ്ങണോ പറഞ്ഞിട്ട്. പക്ഷെ മത്തി കിട്ടിയത് നമ്മുടെ നാടൻ മത്തിയല്ല, ഇത് തമിഴ്നാടൻ മത്തിയാ തോന്നുന്നുണ്ട്. കണ്ട നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ചെളുക്കിയൊന്നുമില്ല, അല്ലെങ്കിൽ മത്തിക്ക് നല്ല ചെളുക്കുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് മത്തി ഒരു കൂട്ടാനും വെക്കാതെ പപ്പും മത്തി എന്ന് പറയുമ്പോഴേക്കും അവിടെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. മത്തിയും കൊണ്ട് ഒരു അടിപൊളി ഒരു കൂട്ടാനും ഉണ്ടാക്കാൻ നമുക്ക് വേറെ മത്തിയുടെ കൂടെ അല്ലേ കഴിക്കാൻ വേറൊരു സംഭവം ഉണ്ടാക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നേരെയൊക്കെ എല്ലാവർക്കും അറിയണ്ടാവില്ലേ, ഞാൻ ഈ തലബട കളയിട്ടോ, തല എടുക്കാറില്ല. ഞാൻ തല കളഞ്ഞിട്ട് ഏതാ മീൻ നേരെക്കാൻ എളുപ്പല്ലേ അല്ലേ. ഒരു ബലില്ലായ്മ പോലെ പിന്നെ ഇവിടത്തേക്ക് ഇങ്ങനെ കളയിട്ടോ. ഇത് കുറച്ച് ബലമില്ലാണ്ടാണ്. പിന്നെ ഇവിടെ ഉണ്ടാവും, ഇവിടുത്തെ കളയും. എനിക്കിഷ്ടമില്ലാത്ത കാര്യം കേട്ടോ മീൻ നേരേക്കുക എന്ന് പറയുന്നത്. പക്ഷെ എന്താ നേരേക്കാതിരിക്കാൻ പറ്റില്ല, നമ്മൾ നേരേക്കും. നമ്മളെ മീൻ വാങ്ങാൻ പോകുമ്പോഴേ പറയേ പടയ്ക്കണ മത്തിയാണ്, ഒരു പൊട്ടലില്ല എന്നൊക്കെ പറയട്ടോ. നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞു വെച്ചാൽ അത് പടയ്ക്കുകയും ചെയ്യില്ല. കണ്ടോ, കാണുമ്പോ തന്നെ ഒരു ഭംഗിയില്ല. നമ്മളിവിടെ ഇതിനെ ഇങ്ങനെ ചെളുക്കാന്ന് പറയും, ചെളുക്ക. പിന്നെ അതിന് വേറെന്താ ചെതമ്പൽ എന്നൊക്കെ പറയുന്നോണ്ട്. ഇവിടെ ചെളുക്ക മീനിന്റെ ചെളുക്ക കളയാന്നട്ടോ പറയാ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലെ കമന്റ് കൂടെ ഓരോ നമുക്കറിയാത്ത ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ഇതിനെ പറ്റി പറയാലേ എന്നുള്ളൊരു ഇത് വരും. നമ്മളിവിടെ ഈ ഭാഗത്ത് ഫുള്ളും പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ചെളുക്കാന്നാണ് പറയുക. അതാ മീൻ നേരേക്കില് കഴിഞ്ഞു, ഇത് കൊണ്ടുപോയി കളയട്ടെ. നമ്മള് എല്ലാരും പറയും മീനിന്റെ തല പപ്പൂന് വേവിച്ചു കൊടുക്കണേ. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതന്നെ അവന് കൊടുക്കുള്ളൂ. അല്ലാതെ അവന് വേണ്ടി പ്രത്യേകിച്ചിട്ട് മീനിന്റെ തല ഉപ്പും മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ട് വേവിച്ചു കൊടുക്കില്ല. നമ്മൾ കറി വെക്കുമ്പോൾ അത് അവന് കൂട്ടിക്കൊടുക്കണതാണ് അവന് ഇഷ്ടം. ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുന്ന കേട്ട്, അടുത്ത വീട്ടുകാർ പറയുന്ന കേട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു നോക്കി. അവൻ ആ ചോറ് തൊട്ട് നോക്കിയില്ല. അവ പിന്നെ അതിന് ശേഷം ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല. മീൻ വാങ്ങിയപ്പോ കപ്പയും വാങ്ങിട്ടോ. എപ്പോഴും അങ്ങനെ മീൻ വാങ്ങുമ്പോൾ കപ്പ കിട്ടില്ല. ഇന്ന് രാവിലെ ദീന വന്നപ്പോ അങ്ങനെ വാങ്ങിയതാണ്. ഇത് പുഴുക്കുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ, കപ്പപ്പുഴുക്കും മീൻകറിയും സൂപ്പറല്ലേ. ഇല്ലെങ്കിൽ നല്ല കപ്പപ്പുഴുക്കാണ് വെച്ചാൽ കട്ടൻ ചായ കൂട്ടി കഴിക്കാൻ നല്ലതാണ് അല്ലേ. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഈ മഴയായിട്ട് തണുപ്പ് പിടിച്ചു. പപ്പു ബഹളം വെക്കുന്നു, സൗണ്ട് കേട്ടിട്ട് അവനെ പുറത്തേക്കൊന്ന് വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനെ പുറത്തേക്ക് കൊണ്ടേ വിട്ടേട്ടോ. എനിക്കിത് നേരേക്കും ചെയ്യട്ടെ. ദടാ വരുന്നേ. ഇപ്പൊ ഇവിടെ കിട്ടുന്ന കപ്പയൊക്കെ അടിപൊളി കപ്പയാണ് കേട്ടോ. നല്ല വെന്തടയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കപ്പ കറി വെച്ചല്ലേ. കപ്പ കറി വെക്കുന്നതും അതേപോലെ കപ്പയും മുരിഞ്ഞയും വെക്കും, വെള്ളപ്പയറിട്ടിട്ട് താളിട്ടിട്ടൊക്കെ. എന്നിട്ട് കട്ടൻ ചായ അല്ലേ, കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അത് ഇങ്ങനെ കഴിക്കുക ചോദിക്കും, എരിവൊക്കെ അല്ലേ ചോദിക്കും. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മൂട്ടിക്കും നല്ല ഇഷ്ടാട്ടോ. അമ്മ ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് വരും, അപ്പയ്ക്കും വേഗം ഉണ്ടാക്കി വെക്കാലോ വിചാരിച്ചിട്ടേ. തേങ്ങയേ കണ്ടോ അങ്ങനെ പൊട്ടിയപ്പോൾ നടുക്ക് പൊട്ടിയിട്ടോ. അപ്പം അങ്ങനെ ചീളായിട്ടില്ലേ, ചീന്തി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചു, മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. അതിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചെറിയ ജീരകം, കുരുമുളക്, പച്ചമുളക്, ചെറിയുള്ളി, ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം. മീൻകറി വെക്കാൻ പച്ചമുളക്, 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ അപ്പുറത്ത് ചെറിയുള്ളി നേരേക്കുണ്ട്. ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, മെഷീനിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ. ആ സൗണ്ട് കേട്ടാൽ നമ്മുടെ പപ്പുവിന് എന്ത് പേടി വെച്ചിട്ടാ. അപ്പൊ അവന്റെ കൂട്ടിൻ്റെ അവിടേക്കൊന്നും നമ്മൾ പോണം കേട്ടോ. ഇല്ലെങ്കിൽ അതുവരെ അവൻ അവിടെ നിന്ന് ഇങ്ങനെ വിറയ്ക്കുന്നിട്ട് പറഞ്ഞു കൊടുക്കണം, എടാ അതിന്റെ സൗണ്ടാണെന്ന്. ഭയങ്കര പേടിത്തൂർന്നാണ്. കപ്പയുടെ വെള്ളം ഊറ്റിക്കളയട്ടെ കേട്ടോ.
പൊന്നൂസിനൊരു 4-നെടുത്തേക്ക്. എരിവാകുമ്പോഴേക്കേ എരിവായാൽ പിന്നെ അവൻ കഴിക്കില്ല. പൊന്നു വന്നാ ഇനി നമ്മളിതാ ഈ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കണ്ടേ. ആ കുട്ടികളെ പിടിക്കാണ്ടോ ചോദിക്കണ പൊന്നാ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടാ. ഇത് വാങ്ങ കേട്ടോ. കണ്ട പൊന്നൂസേ, മീന് രാവിലെ മീൻകാരൻ വന്ന് മീൻ വാങ്ങി. നമുക്ക് കാത്തു നിൽക്കുമ്പോൾ മീൻകാരെ കാണില്ല കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചല്ലേ പിന്നെ എപ്പോഴും 10 മിനിറ്റ് കഴിയുമ്പോൾ മീൻ തന്നെയാവും. വേണ്ട ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുക്കണേ. നല്ല വെന്തുടയുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ കപ്പ കേട്ടോ. പൊന്നൂസിനെന്നാ പാപ്പന്നാ പൊന്നാരി പാപ്പന്നാ ബാ എന്താണ്ടോ ഇതൊക്കെ ഇത് ഞാൻ പാപ്പ എവിടെ ഞാൻ വട്ടം തിരിയുന്നു. പിടിച്ചമ്മോട്ട് പിടിക്ക്. കയ്യിൽ ചളിയുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പൊട്ടിക്ക്. അയ്യോ ഇത് പോട്ടെ. എങ്ങനെ ചിരിക്കുക? എന്നിട്ട് അമ്മ തിന്നെ. ഓ നാണോ. ഇങ്ങനെ കപ്പ പുഴുങ്ങുമ്പോഴേ നമുക്ക് മീൻകറി വേണമെന്നൊന്നുമില്ല. എരിവൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് മീൻകറി ഉണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇവിടെ വാ. അയ്യോ അതിലിടല്ലേ. ഇതാ ഉലുവ ഇട്ട് കൊടുക്കണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി ഇട്ട് കൊടുക്കണ്ട്. കാണുന്നുണ്ടോ? ഈ അടുക്കളയിൽ ചെയ്യുമ്പോൾ അതാണ് കേട്ടോ. പുറത്ത് എന്താ ചെയ്യാതെ വിചാരിച്ചപ്പോൾ ഈ മഴ തെരുവരേന് മഴ പെയ്യുമ്പോഴേ സൗണ്ട് കിട്ടണില്ല. അപ്പം അതാണ് പുറത്ത് ചെയ്യാത്തത്. ഉള്ളി നല്ല പോലെ വാടട്ടെ. അല്ലെങ്കിലും വെല്ലുള്ളിനെക്കാട്ടിലും കറി വയ്ക്കാനൊക്കെ നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ. ചിക്കൻ കറി വെച്ചാലും ചെറിയുള്ളി തോനെ കൂട്ടിയിട്ട് ചിക്കൻ കറി വെച്ചാൽ തോനെയില്ല. ചിക്കൻ കറി വയ്ക്കുമ്പോൾ വെല്ലുള്ളിയുടെ പകരം ഉള്ളി വാടി വരാൻ നമ്മളിതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലേ ഇങ്ങനെ വാടി വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. വെല്ലുള്ളിയുടെ പോലെയല്ല. പ്രാവശ്യം ചന്തയിൽ നിന്ന് വെല്ലുള്ളി വാങ്ങിയിട്ടില്ല കേട്ടോ. വെല്ലുള്ളിക്ക് നല്ല വിലയാണ്. ചെറിയുള്ളിക്ക് വില കമ്മിയുണ്ട് തോന്നൂലമ്മ. ചെറിയുള്ളിയാണ് തോനെ കൊണ്ടുവന്നത്. ഇതാ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ. നമ്മളിതിൽ വെളുത്തുള്ളി ഇടുന്നില്ല. ഒരു കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. നല്ല കട. അത് ഈ മഴ ചന്തയിൽ നിന്ന് പച്ചക്കറി വാങ്ങിട്ട് വരുമ്പോഴേ ഈ ഉള്ളിയൊക്കെ വാങ്ങുമ്പോൾ ഉള്ളി അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങുന്ന സമയത്ത് മഴ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അളിഞ്ഞിട്ട് ഒരു ജാതി മണം വരുള്ളൂ. അപ്പൊ അമ്മ അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണ് പറഞ്ഞാൽ കേട് വരില്ല എന്ന് പറഞ്ഞിട്ടേ. മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. കുറച്ച് എരിവ് വേണ്ടേ. ഇതാ വാളംപുളി പുഴുങ്ങിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൊടംപുളിയാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഇതിങ്ങനെ കൂട്ടിയിട്ട് ശീലമായിട്ടേ ഇതന്നെ ഇവർക്ക് അധികം പറ്റുള്ളൂ. നല്ലപോലെ തിളക്കട്ടെ.
ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ മുത്തേ പെപ്പോ ശരി. ഇതാ നമ്മള് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ. സുകന്യ മേഡം എന്തായിന് എടി ആ കോഴികൾക്ക് 2 വായ ചോറ് കൊടുക്കടി. കുറച്ച് കൊടുത്താൽ മതി. നിന്റെ മുഖത്ത് നോക്കി തിന്നുന്നുണ്ടോ പറയും കോഴികള്. പൊന്നാരി കല്ലെടുത്ത് എറിഞ്ഞു. അച്ഛമ്മ ഇനി അച്ഛമ്മ പാപ്പ ഉണ്ടാക്കി തരും നിനക്ക് പാപ്പ. ചോറില് തൊടിക്കണ്ടാട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ കേട്ടോ. നമ്മുടെ മീൻകറി ഇല്ലേ നല്ല പോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാറ് വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ്ട കണ്ട കണ്ടില്ലേ. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുകന്യെ എന്നാ കുറച്ച് ഇതും കൂടി കഴിച്ചോ. വാ, കഴിക്കേണ്ട സമയമായിട്ടില്ലല്ലോ. വാ, കപ്പപ്പുഴുക്കും മീൻകറിയും. വാ. സുകന്യനെ ചോറിനോടത്തുനിന്ന് വെളിച്ചു കൊണ്ടതാണ് കേട്ടോ. ചൂടുണ്ട്. ഇതിങ്ങനെ ഒട്ടിയിട്ട് നീ വൈകുന്നേരത്തല്ലേ കഴിക്കുള്ളൂ. അതിലൊരു കോഴി ഉണ്ടാക്കിക്കോ. എങ്ങനെയുണ്ട് പറ. കപ്പയും മീൻകറി ചൂടാവി പറക്കണ ആവി പറക്കണ മീൻകറി. അങ്ങനുണ്ട്. അടിപൊളിയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ കപ്പയും മീൻകറിയും. ഞാൻ എന്താ പറയുക, മീൻകറി ഒന്നും കൂടി ചൂടാട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ്. ചായ വെച്ചിട്ട് കുടിക്കും വേണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.